പ്രിയങ്ക ഗാന്ധി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഗൗരവമുള്ളതാണോ? UDFന്റെ കോൺഗ്രസിന്റെ മലയോര സംരക്ഷണ ക്യാമ്പയിനെ ബാധിക്കുന്ന വിധത്തിലാണോ പ്രിയങ്ക ഇന്ന് പറഞ്ഞു വെച്ചത്? നേരിട്ട് അനിൽ ബോസ് അതിലേക്ക് വരുന്നില്ല. ഇനിയും കോൺഗ്രസ് പാർട്ടി അത് പരിശോധിക്കേണ്ട വിഷയമാണെന്ന് പറഞ്ഞു. പ്രിയങ്ക സ്ട്രെയിറ്റ് ആയിട്ട് നിലപാട് പറയുകയും ചെയ്തു. ലാൽകുമാർ പറഞ്ഞോളൂ വേഗം. അല്ല, ഇതിനകത്ത് അതാ പറഞ്ഞേ, ബ്രേക്കിലേക്ക് പോകണമെങ്കിൽ പോക്കോ. എനിക്കൊരു സ്ട്രെച്ചിൽ കുറച്ച് കാര്യങ്ങൾ ഏറെ പറയാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. പറയൂ. ബ്രേക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ പറയാനാണ് ഞാൻ പറഞ്ഞത്. ഇല്ലേ? ഓക്കെ നോക്കൂ. ഓക്കെ സോറി. ഞാൻ ഓർത്ത് ബ്രേക്കിലേക്ക് പോവാം. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നോക്കൂ, ഒരുപാട് കഥകൾ ഇപ്പം അനിൽ ബോസ് പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. എൻഡേഞ്ചേർഡ് സ്പീഷീസാണ് ടൈഗർ. ആ ടൈഗറിനെ ഒരെണ്ണത്തിനെ കൊല്ലണം. വന നിയമം മാറ്റാതെ പറ്റുമോ? അതിനകത്ത് അപ്രീഷിയബിൾ ചേഞ്ചസ് വരാതെ പറ്റുമോ? ഇത് വളരെ ലളിതമായ ചോദ്യമാണ്. പറ്റില്ല. നിങ്ങൾ ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നോക്കൂ, ഫോറസ്റ്റിൻ്റെ കോറിൽ ആണ് യഥാർത്ഥ പ്രശ്നം, ബഫർ സോണിലല്ല. കോറിലെ പ്രശ്നം എന്താ? കോറിലെ പ്രശ്നം പോപ്പുലേഷൻ ടൈഗറിൻ്റെയും എലിഫൻറ്റിൻ്റെയും എണ്ണം വളരെയധികം കൂടി. അതിനർത്ഥം എണ്ണം കൂടി എന്ന് പറഞ്ഞാൽ അതിന് വളരാനുള്ള ഇക്കോസിസ്റ്റം അവിടെ ഉണ്ട് എന്നാണ്. അനിൽ ബോസ് പറയുന്നത് നേരെ തിരിച്ചാണ്. അവിടെ ഒന്നും ഇല്ല എന്ന് അനിൽ ബോസ് പറയുന്നത്. നോക്കൂ, ആൾക്കാരുടെ എണ്ണം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്കോസിസ്റ്റം ഉണ്ടെന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് റിസോഴ്സിനേക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ റിസോഴ്സിന് വേണ്ടി അവർ വെളിയിലോട്ട് ഇറങ്ങി വരും. എഗ്രീഡ്. അത് പക്ഷേ എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ മാർഗം കണ്ടെത്തണം. ഒന്നത്, നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ വിൻവേ സൈഡ് ഓഫ് ദ വെസ്റ്റേൺ ഗാട്ട്സ് ആണ്. കാര്യം നമുക്ക് മഴ കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ്. അതേ സ്ഥാനത്ത് മറ്റേത് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ലീവേ സൈഡ് ഓഫ് ദ വെസ്റ്റേൺ ഗാട്ട്സ് ആണ്. അവിടെ മഴ കുറവാണ്, എയർ കംപ്രസ് ചെയ്താണ് പോകുന്നത്. ജോഗ്രഫി പറഞ്ഞല്ലോ, കുറച്ച് ജോഗ്രഫി ഞാനും പറയാം. ഇതാണ് സത്യം. നമുക്ക് റിസോഴ്സ് ഇല്ലായ്മയല്ല. ഇപ്പം ഡ്രൗട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും, സംശയമില്ല. ഇതിപ്പോൾ ഡ്രൗട്ട് സീസൺ ആണോ? അല്ല. നമുക്കിപ്പോൾ ഡ്രൗട്ട് സീസൺ അല്ല. നമുക്ക് വാട്ടർ ഉള്ള സമയത്താണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിന്റെ പ്രശ്നം ടൈഗർ കോൺഫ്ലിക്റ്റ് അകത്ത് നടക്കുമ്പോൾ, ടൈഗറിന്റെ പോപ്പുലേഷൻ കൂടുമ്പോൾ, ടൈഗർ എന്ന് പറഞ്ഞാൽ ഡോമിനേറ്റിംഗ് മൃഗമാണ്. അത് ഒരു ടെറിട്ടറി കീപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം മറ്റേ ടൈഗറിനെ അത് അറ്റാക്ക് ചെയ്യും. മറ്റേ ടൈഗറിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ ടൈഗർ വീക്കായി അത് ബഫർ സോണിലേക്ക് തള്ളും. കാര്യം അതിന് അവിടെ ഈ മൈറ്റി ടൈഗറുമായിട്ട് അടിച്ചു നിൽക്കാനുള്ള ശക്തിയില്ല. ഈ ബഫർ സോണിലേക്ക് വരുന്ന ടൈഗറിന് വീക്കായിട്ടുള്ള സാധനമാണ്, വീക്കായിട്ടുള്ള ടൈഗറാണ്. ഈ മാൻ ഈറ്റിംഗ് ടൈഗർ എന്ന് പറയുമല്ലോ. മാൻ ഈറ്റിംഗ് ടൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഉള്ള ടൈഗർ എന്നല്ല. മനുഷ്യനെ തിന്നുന്ന ടൈഗർ സ്ട്രെങ്ത് ഇല്ലാത്ത ടൈഗറാണ്. കാര്യം എന്താ? അവന് പ്രേയെ പിടിക്കാൻ, അല്ലെങ്കിൽ അവൻ ആളെ പിടിക്കാനുള്ള ശക്തി, ഹണ്ട് ചെയ്ത് പിടിക്കാനുള്ള ശക്തി ഇല്ലാതെ വരുമ്പം നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട മനുഷ്യര് ഒരു ഈസി ടാർഗറ്റ് ആകുന്നതുകൊണ്ടാണ് നമ്മളെ പിടിക്കുന്നത്. ഇതാണ് സത്യം. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഇക്കോസിസ്റ്റത്തിന്റെ പ്രശ്നവും ഈ പറയുന്ന സർക്കാർ കൂടിയിരുന്ന് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ല കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഗാഡ്ഗിലിനെ കോട്ട് ചെയ്തത് തന്നെ. പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണം. പോപ്പുലേഷൻ കൺട്രോൾ ചെയ്താൽ എന്താ ഗുണം? ബഫറിലേക്ക് വരുന്നതിന്റെ അളവ് കുറയും. ഈ ബഫർ സോണിലേക്ക് വരുന്നതിന്റെ അളവ് കുറച്ചാൽ മാത്രമേ നമുക്കിത് നിൽക്കത്തുള്ളൂ. അല്ല എങ്കിൽ ടൈഗർ കോൺഫ്ലിക്റ്റ് അവിടെ നടന്നാൽ ഉറപ്പായിട്ടും നമ്മുടെ പെരിഫറിയിലേക്ക്, ഫോറസ്റ്റിന്റെ പെരിഫറിയിലേക്ക് ഇത് തള്ളുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഇത് എല്ലാ രാജ്യത്തും നടക്കുന്ന, ഫോറസ്റ്റിൽ നടക്കുന്ന പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ്. ഇത് തന്നെയാണ്. ഇവരെല്ലാം കൂടെ അരിക്കൊമ്പനെ ആദ്യം കൊണ്ടുപോയല്ലോ. അരിക്കൊമ്പനെ ആദ്യം ഒരു പ്ലേസ് ചെയ്തെടുത്തൂടെ കാര്യങ്ങൾ നടന്നോ? ഇല്ലല്ലോ. പിന്നെ അത് വീണ്ടും പിടിച്ച് ഒരു കോർ ഫോറസ്റ്റിലേക്ക് കൊണ്ടുവിടുകയാണ് തമിഴ്നാട് ചെയ്തത്. അത് നാച്ചുറലായിട്ട് നടക്കുന്നത്. അത് തമിഴ്നാട്ടിലേക്ക് സ്റ്റാലിന് പ്രത്യേകതയും അല്ലെ മറ്റൊരിടത്തും ഇല്ല. ഒറ്റ കാര്യം കൂടെ പറയാം. ഈ രാജ്യത്തെ വന നിയമവുമായി ബന്ധപ്പെട്ട്, എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം നന്നായിട്ട് പൊക്കൊണ്ടിരുന്ന ഒരു സാധനത്തിനെ ഈ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ ഡെൻസ് ഫോറസ്റ്റ് ഒക്കെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ? ആ ഫോറസ്റ്റ് നശിപ്പിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടായിക്കൊടുത്ത ആരാന്നറിയോ? നിങ്ങളുടെ മന്ത്രി വീരപ്പ മൊയ്ലി. അതിന്റെ ചരിത്രം വേണം ഞാൻ പറയാം. ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മന്ത്രിയെ മാറ്റി കോർപ്പറേറ്റ് അംബാനി, അദാനി, റിലയൻസ് ഗ്രൂപ്പുകളുടെ താല്പര്യത്തിനനുസരിച്ച് വീരപ്പ മൊയ്ലിയെ അവിടെ പ്ലേസ് ചെയ്തു. വീരപ്പ മൊയ്ലിയെ വന്ന് തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഈ എൻവയോൺമെന്റ് ലോസ് ഡൈല്യൂട്ട് ചെയ്തത്. ആ ഡൈല്യൂട്ട് ചെയ്തത് എന്തിനാ? ഇവിടെ കേരളത്തിലേക്ക് വേണ്ടിയിട്ടല്ല. ഈ പറയുന്ന ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഈ മേഖലയിലേക്ക് മൈനിങ് നടത്താനുള്ള അന്തരീക്ഷം വീരപ്പ മൊയ്ലി ഇവർക്ക് താല്പര്യപ്പെട്ട ആളായിരുന്നു. അങ്ങനെയാണ് വീരപ്പ മൊയ്ലി അതിന്റെ തലപ്പത്ത് വന്നത്. വീരപ്പ മൊയ്ലി തലപ്പത്ത് വന്നപ്പോൾ തൊട്ട് തുടങ്ങിയാണ്. BJP അത് തുടരുന്നേ ഉള്ളൂ.
ശരി. അനിൽ ബോസ് പറഞ്ഞു, ബാക്കി ചരിത്രം ഞാൻ പറയാം. അതിനുള്ള രണ്ടുപേരോടും അതിന് അധികം സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിച്ച് തന്നെ പോകേണ്ടതുണ്ട്. ഞാൻ പ്രകാശ് മാസ്റ്ററിലേക്ക് വരുന്നതിന് മുമ്പ് ഇടവേളയിലേക്ക്. പക്ഷേ അപ്പോഴും കേരളത്തിൻ്റെ ഒരു സവിശേഷത, കേരളത്തിൻ്റെ വനവിസ്തൃതി അതേ പടി തന്നെ നിലനിർത്തുകയും ദേശീയ സർവേ കണക്കുകൾ പ്രകാരം അങ്ങനെയാണ് വനവിസ്തൃതി സംരക്ഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ മികവോടെ നിൽക്കുന്ന സംസ്ഥാനം തന്നെയാണ് കേരളം. പക്ഷേ അതിൻ്റെ പേരിൽ മലയോരത്ത് താമസിക്കുന്ന മലയോര ജനതയുടെ ജീവനും സ്വത്തിനും ഇങ്ങനെ ആശങ്കയുടെ ഒരു വലിയ അന്തരീക്ഷം സൃഷ്ടിച്ചും ഇങ്ങനെ ഭയാശങ്കകളോടെ ജീവിച്ചു പോകുന്നതിനും ഒരു കേന്ദ്ര നിയമം വലിയ തടസ്സമാകുമ്പോൾ ആ നിയമം നിശ്ചയമായും കാലോചിതമായി ഭേദഗതി വരുത്തേണ്ടതാണ്. ഇങ്ങനെ നാട്ടിലേക്ക് വരുന്ന ഈ പറഞ്ഞ വന്യമൃഗങ്ങൾ, ആ വന്യമൃഗങ്ങളെ തടയുന്നതിനും അതിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും കഴിയാത്ത വിധം ഒരു കേന്ദ്ര നിയമം നിൽക്കുന്നു. അവിടെയാണ് വയനാട് MP വയനാട്ടിൽ നിന്നുകൊണ്ട് ആ നിയമത്തിനെതിരെ, നിയമത്തിലെ മാറ്റത്തിന് വേണ്ടിയാവില്ല പാർലമെൻറ്റിൽ ലോക്സഭയിൽ സംസാരിക്കുക എന്ന് തന്നെയാണ് സ്പഷ്ടമായി അവർ പറഞ്ഞു വെച്ചത്. അതൊരു അവ്യക്തതയും ഇക്കാര്യത്തിലില്ല. അത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മലയോരത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്നതാണ് എന്നതിന് രണ്ടു പക്ഷമുണ്ടാവില്ല.